ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂരപ്പന് ശക്തിയുണ്ടോ? എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നവംബർ 8, 2013 രാത്രി ഒരു 12 മണി കഴിഞ്ഞുമാണ്. ഞാനൊരു ക്ഷേത്രനടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു തിടമ്പേറ്റിയ ഒരു കൊമ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരവാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫോൺ എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കി. അപ്പോൾ ആ കൊമ്പൻ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി, എന്നിട്ട് എന്നെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഞാനൊരു കുളത്തിന് 4 ചുറ്റും രക്ഷപ്പെടാൻ വേണ്ടി ഓടി. എന്നാൽ 3 വലത്ത് ആ കുളത്തിന് ചുറ്റും എന്നെ ഈ ആനയിട്ട് ഓടിച്ചു. അതിനുശേഷം ഞാൻ കിഴക്ക് വശത്ത് കാണുന്ന ഉയർന്ന ഒരു പ്രദേശത്തേക്ക്, ഒരു ഓടിട്ട ഒരു മനയൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു പറമ്പിലേക്ക് ചാടിക്കയറി. അപ്പോൾ അതിച്ചിരി ഈ കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇച്ചിരി ഉയരത്തിലായതിനാൽ ആനയ്ക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് സമയം അപ്പോൾ തന്നെ ഈ പാപ്പാമാർ അതിനെ ഇടച്ചങ്ങലയിട്ട്, കാലിൽ ചങ്ങലയിട്ട് തളച്ച് തെക്കോട്ട് കൊണ്ടുപോകുന്നു. ഈ അനുഭവം എനിക്കുണ്ടായി ഒരു ക്ഷേത്രത്തിൽ വെച്ച്. ഈ അനുഭവം ഉണ്ടാകുന്നത് 2013 നവംബർ 8 അർദ്ധരാത്രിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 5, 2013, ഞാനിത് 3 പാർട്ടായിട്ട് പറയുന്നതിൻ്റെ അവസാനം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ കൈമാറാം. അങ്ങനെ തന്നെ പറയണം, അതുകൊണ്ടാണ് പറയുന്നത്. ഡിസംബർ 5, 2013 എൻ്റെ ഭാര്യ സഹോദരൻ രഞ്ജിത്തിൻ്റെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ഞാനും അളിയൻ രഞ്ജിത്തും മറ്റു 2 പേരും ബന്ധുക്കളായ, അളിയൻ്റെ ബന്ധുക്കളായ, ഭാര്യയുടെ ബന്ധുക്കളായ 2 പേരും കൂടി ഞങ്ങൾ അളിയൻ്റെ പുതിയ ഫോർഡ് കാറിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പോൾ പിതാവ്, എൻ്റെ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞു, ബിജു നിങ്ങൾ 4 പേരും കൂടി ഇപ്പോഴേ പൊക്കോ, ബാക്കിയുള്ള വിവാഹത്തിൽ പങ്കെടുക്കാനുള്ളവരും വധുവിൻ്റെ വീട്ടുകാരുമായിട്ട് നല്ല അടുപ്പമാണ്. നേരത്തെ കുട്ടി അടുത്ത പരിചയമുള്ള വധുവാണ്, കുടുംബത്തിൽ നിന്നുള്ള വധുവാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് കൂടി ഇവിടുന്ന് അങ്ങ് വന്നുകൊള്ളും, നിങ്ങൾ ആദ്യം പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. രാത്രി കൂടി ഗുരുവായൂർ ചെന്നു. ലോഡ്ജിൽ മുറിയെടുത്തു. രാവിലെ ഒരു 2 നേരം വെളുക്കാറായപ്പോഴത്തേക്കിന് എൻ്റെ ഭാര്യയും മറ്റുള്ള ചേട്ടൻ ഇവിടെ കുളിക്കാൻ സൗകര്യമുണ്ട്, ഞങ്ങൾ താമസിക്കുന്ന റൂമുറിയിൽ കുളിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ച് അവൾ വരുന്നു, ഭാര്യ വരുന്നു. എല്ലാവരും അങ്ങനെ ഒന്നിക്കുന്നു. രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും, 7-8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ. ഞാനുമുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെത്തിയതും എൻ്റെ ശരീരത്ത് അതിശക്തമായ ഷോക്കേൽക്കാൻ തുടങ്ങി. കാരണം 1 മാസം മുമ്പ് നവംബർ 8 രാത്രി, ഇപ്പോൾ 2013 നവംബർ 8 രാത്രിയിൽ ഏത് ക്ഷേത്രത്തിന് മുന്നിലാണോ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയത്, ഏത് കുളത്തിൻ്റെ മുന്നിലാണോ എന്നെ ആനയിട്ട് ഓടിച്ചത്, അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ. കാര്യം എന്താ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ വലത് സൈഡിൽ ആറാട്ടുകുളത്തിന് 4 ചുറ്റുമാണ് എന്നെ ആനയിട്ട് ഓടിച്ചത്. അതിൻ്റെ തൊട്ട് കിഴക്ക് വശത്തൊരു മനയുണ്ട്, ഒരു ബ്രാഹ്മണരുടെ മനയുണ്ട്. ആ മനയുടെ പറമ്പിലേക്കാണ് ഞാൻ ചാടിക്കയറിയത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു ആശ്ചര്യം എനിക്കുണ്ടായി. ഇനി അടുത്ത കാര്യം പറയാം. ഇത് എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് പറയേണ്ടതുണ്ട്. അത് 2018 നവംബർ 8 പകൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുന്നു. ഗുരുവായൂരപ്പന് ശക്തിയില്ല, ശക്തി ഉള്ളത് ക്ഷേത്രനടയിലേക്ക്, ക്ഷേത്ര ആരാധനയിലേക്ക്, ഗുരുവായൂർ അമ്പലത്തേക്ക് ചെല്ലുന്ന ഭക്തരുടെ ഉള്ളിൽ നിർമ്മലമായി കുഞ്ഞുങ്ങൾ കണക്ക് നിർമ്മലമാകും. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ശക്തി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഇപ്പോൾ കണ്ണാലൂർ വടക്കേ മുക്കിൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അന്ന് എൻ്റെ ഷോപ്പ്. ഇപ്പോൾ കണ്ണാലൂരാണ്, ഇപ്പോൾ 6 കൊല്ലമായിട്ട് കണ്ണാലൂരാണ്. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റുള്ള സുനു എന്ന് പറഞ്ഞാൽ റെയിൻബോ സ്റ്റുഡിയോ നടത്തുന്ന എൻ്റെ സുഹൃത്ത് ഇത് കണ്ടു, ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ പറഞ്ഞ്, അണ്ണാ ഞാൻ ആ ഫേസ്ബുക്കിൽ ഗുരുവായൂരപ്പനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ട് അണ്ണന് അണ്ണ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുന്നത്, അണ്ണ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പന് ശക്തിയില്ല,
അവിടെ ചെല്ലുന്ന ഭക്തരുടെ ഉള്ളിൽ നിർമ്മലമാകുമ്പോഴാണ് ആ വിഗ്രഹത്തിനും ഗുരുവായൂരപ്പനും ശക്തി ഉണ്ടാകുന്നത്. ഞാൻ എഴുതിയത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ ഗുരുവായൂരമ്പലം പൊളിച്ചു തരാം എന്ന് പറഞ്ഞു. അണ്ണൻ എന്തുകൊണ്ടാണ് പറയുന്നത്? അണ്ണൻ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഗുരുവായൂരമ്പലം പൊളിച്ചു തരാം. പക്ഷേ മനുഷ്യരോ മനുഷ്യനിർമ്മിതമായ മറ്റ് യന്ത്രങ്ങളോ ഒന്നും എന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഗുരുവായൂരപ്പൻ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോട്ടെ. പക്ഷേ മറ്റാരും മനുഷ്യരോ മനുഷ്യനിർമ്മിതമായ മനുഷ്യനിയന്ത്രിതമായ ഒരു എക്യുപ്മെൻസും എന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി അവനെ നടത്തി. അന്ന് രാത്രി അർദ്ധരാത്രിയിലാണ് ഗുരുവായൂരമ്പലം നടയിൽ വെച്ച് എന്നെ അവിടുത്തെ തിടമ്പേറ്റിയ കൊമ്പൻ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് ആക്രമിക്കാൻ വേണ്ടി ഗുരുവായൂരമ്പലത്തിന് ആറാട്ടുകുളത്തിൻ്റെ മുന്നും ഓടിക്കുന്നത്. ഞാൻ 1996 കാലഘട്ടത്തിലാണ് അവസാനമായി അതിന് തൊട്ട് മുമ്പ് ഗുരുവായൂരമ്പലത്തിൽ പോകുന്നത്. അന്ന് ഗുരുവായൂരമ്പലത്തിന് 4 ചുറ്റും റോഡാണ്, തൊട്ടടുത്ത റോഡാണ്. അതായത് ഗുരുവായൂരമ്പലത്തിലെ ചുറ്റുമതിൽ കഴിഞ്ഞാൽ പിന്നെ 4 ചുറ്റും റോഡാണ്. അന്നൊരു കുളമുണ്ട്, അതിൻ്റെ തൊട്ട് വടക്ക് വശത്തൊരു കുളമുണ്ട്. മാത്രമല്ല തെക്ക് വശത്ത് സിനിമാ തിയേറ്ററുണ്ട്. അന്ന് ഞാൻ അവസാനമായി പോകുമ്പോൾ എനിക്കുണ്ടായൊരു ദുരനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഇവിടുന്ന് ഈ 4 ദിവസത്തെ തീർത്ഥാടന യാത്രയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂരമ്പലം എനിക്കൊന്ന് സന്ധ്യയോടി ചെന്നപ്പം അതിൻ്റെ ഏജൻറ്റ് പറഞ്ഞു എല്ലാവരും കുളിച്ച് വേഗം അമ്പലത്തിൽ പോകണം, ദീപാരാധന തൊഴണം, അല്ലെങ്കിൽ പിന്നെ അമ്പലം അടച്ചു പോകും. അപ്പോൾ ഞാൻ റെഡിയായി. ഞാൻ മണിക്കൂറുകളോളം ഷർട്ടൊക്കെ ഇട്ടാതെ ഞാൻ ക്യൂ നിന്ന് വിയർത്തൊലിച്ച് അവിടെ ചെന്ന് ശ്രീകോവിലിൻ്റെ മുന്നിലെത്താറായപ്പോൾ കാണാം കുറച്ച് വെളുത്ത സുന്ദരികളായ സ്ത്രീകൾ വടക്കേ വാതിലിലൂടെ കയറി വന്നു. അപ്പോൾ ഞങ്ങളെ അവിടുത്തെ സെക്യൂരിറ്റി തടഞ്ഞു, തടഞ്ഞു. ഇപ്പം പിന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദർശനം നൽകി. ഈ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടെ ദർശനം അനുവദിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ദീപാരാധന തൊഴാൻ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്കും മറ്റവർക്കുള്ളവർക്കാണ്, വിശ്വാസികൾക്കുമാണ് ക്യൂ നിൽക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കത് വലിയ ഈർഷ്യ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ശ്രീകോവിലിൻ്റെ മുന്നെത്തിയപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കരിമ്പാറ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന പുച്ഛം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഗുരുവായൂരപ്പൻ, ഇതിനു വേണ്ടിയാണ് ആ മണിക്കൂറുകളോടെ ക്യൂ നിന്ന് വിയർത്തൊലിച്ച് ഇവിടെ വന്നത്, ഇതിൻ്റെ കാര്യമുണ്ടോ എന്നെൻ്റെ മനസ്സിൽ തോന്നി സ്വാഭാവികമായി. തൊട്ടടുത്ത വർഷം ഞാൻ പോയപ്പം ഗുരുവായൂരമ്പലത്തിൽ കയറിയില്ല, നേരെ ഞാൻ ബാറിലേക്കാണ് പോയത്. ഒരു ചില്ലി ചിക്കനും സ്മോളും ഒക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ അടിച്ച് പൊള്ളിച്ച് അവിടെ നിന്നിട്ട് കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടായ ദുരനുഭവം ഞാൻ അവിടുത്തെ വെയിറ്ററുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. പിന്നീട് പോകുമ്പോഴൊന്നും ഞാൻ ഗുരുവായൂരമ്പലത്തിൽ കയറിയിട്ടില്ല. പക്ഷേ 2013 ഡിസംബർ 5-ാം തീയതി ഭാര്യ സഹോദരൻ്റെ വിവാഹത്തിന് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത്, പിന്നെ 8-ാം മാസം നവംബർ 11-ാം മാസം നവംബർ 8-ാം തീയതി 2013 അതായത് പിന്നെ ഒരു മാസം മുമ്പ് എന്നെ ആനയിട്ട് ഓട്ടിച്ചത് ഈ ആറാട്ടുകുളത്തിൻ്റെ ചുറ്റുവട്ടത്താണെന്ന് എനിക്ക് ബോധ്യമാവുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് കേൾവിക്കാർക്ക് വിട്ടു തരുന്നു. പക്ഷേ എനിക്കുണ്ടായ അനുഭവം ഇതാണ്. അപ്പോൾ ഗുരുവായൂരപ്പന് ശക്തിയില്ല എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതുകയും അന്ന് രാത്രി തന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ ആറാട്ടുകുളത്തിന് ചുറ്റും എന്നെ ഇട്ട് ഓട്ടിക്കുകയും തിടമ്പേറ്റുന്ന കൊമ്പനാന എന്നെ ഓട്ടിക്കാൻ ശ്രമിക്കുകയും തൊട്ടുകിഴക്കെയുള്ള ബ്രാഹ്മണരുടെ മനയുടെ കോമ്പൗണ്ടിലേക്ക് ഞാൻ ചാടിക്കയറി രക്ഷപ്പെടുകയും ചെയ്യുകയും ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് ഡിസംബർ 5-ാം തീയതി നവംബർ 8, 2013 സ്വപ്നദർശനം കാണുന്നു. ഡിസംബർ 5, 2013 ആ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയോ നിയോഗം പോലെ ഭാര്യ വീട്ടുകാർക്ക് തോന്നി എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ വിവാഹം അവിടെ വെച്ച് നടത്തണമെന്ന് തോന്നുകയും ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ കൂട്ടത്തിൽ ഞാൻ പോകേണ്ടതാണ്. എൻ്റെ ഭാര്യ സഹോദരൻ്റെ വിവാഹത്തിന് ഞാൻ പങ്കെടുക്കാനില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിപ്പെട്ടു. ഒരു നിയോഗം പോലെ എത്തിപ്പെടുകയും ഞാൻ കാണുകയും ചെയ്യുന്നു, ഈ കുളത്തിന് 4 ചുറ്റുമാണ് എന്നെ ആനയിട്ട് പൊട്ടിച്ചത്. ഗുരുവായൂരപ്പന് ശക്തി ഉണ്ടോ ഇല്ലയോ ഇത് ഞാൻ വിശ്വാസികൾക്ക് വിട്ടുവരികയാണ്. പക്ഷേ റിയലായിട്ട് എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. താങ്ക് യു.